ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നറിയാമോ? നമ്മളിന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല, ഇതിൽ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല, അങ്ങനെ യാതൊരുവിധ സംഭവങ്ങളും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, പിന്നെ നല്ല ടേസ്റ്റാണ്, പിന്നെ ഭയങ്കര സോഫ്റ്റാണ്. പൂ പോലുള്ള അപ്പം എന്ന് പറയില്ലേ, അങ്ങനത്തെ അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ തലേദിവസം ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനു വേണ്ടി നമ്മൾ 2 ഗ്ലാസ് നല്ല ഇനം പച്ചരി ഒരു 8 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ പച്ചരി വെള്ളത്തിലിടുകയെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ നമുക്കിത് അരച്ച് റെഡിയാക്കി വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു കരിക്ക് വേണം. ഒരു കരിക്ക് അതിൻ്റെ കാമ്പൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ വെള്ളം മാറ്റിയെടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ചേക്കണം. നമ്മൾ ഈ കരിക്കിൻ്റെ ഈ വെള്ളത്തിലും ഈ ഒരു കാമ്പും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ച് വയ്ക്കുന്നത് ഈ ബാറ്റർ. അപ്പോൾ നമുക്കറിയാമല്ലോ, കരിക്കിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതുപോലെ തന്നെ ഈ അപ്പത്തിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ അല്പാൽപ്പമായിട്ട് നമ്മൾ ഓരോ ബാച്ചായിട്ട് നമുക്കിങ്ങനെ അരച്ചെടുക്കാം. പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് നേരത്തെ വാരി വെക്കണം. അതിൻ്റെ വെള്ളമൊക്കെ തോർന്ന് എന്നിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പം നമ്മളിവിടെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കരിക്കിൻ്റെ വെള്ളം തന്നെയാണ്, അല്ലാതെ നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് യൂഷ്വലി അത് തന്നെ മതിയാകും, കരിക്കിൻ്റെ വെള്ളം തന്നെ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് മതിയാകും. ഇനി പറ്റുന്നില്ല എന്ന് വെച്ചാൽ, വെള്ളം കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് ആ കരിക്കിൻ്റെ വെള്ളം തന്നെ മതിയാവും. അപ്പോൾ ആ കരിക്കിൻ്റെ വെള്ളവും കരിക്കിൻ്റെ കാമ്പും പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് അരി മിക്സിയുടെ ജാറിൽ ഓരോരോ ബാച്ചായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അധികം വെള്ളമില്ലാതെ ഇതുപോലെ ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ച് റെഡിയാക്കി തലേദിവസം വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ നമുക്ക് പൊങ്ങിക്കിട്ടും മാവ്, കണ്ടോ? ഇതുപോലെ നല്ല നല്ല ഭംഗിയായിട്ട് പൊങ്ങിക്കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്പം ഉണ്ടാക്കാം, സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ തവിയായിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അധികം ഒന്നും പരത്തണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോഴേക്കും നിറയെ കുഴികളുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പൂ പോലത്തെ നമ്മുടെ അപ്പം റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും കേട്ടോ. നമ്മൾ ഈ അപ്പത്തിന് നമ്മുടെ സാധാരണ അപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കറിയില്ലാതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് ഇതിന്. പിന്നെ ഭയങ്കര സോഫ്റ്റാണ്, നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണേ, കാരണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇത് കടലക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.